നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർക്കു മാത്രം എല്ലാ കാര്യങ്ങളിലും വലിയ ഭാഗ്യം ലഭിക്കുന്നത് എന്ന്? അവർ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നു. അവരെവിടെ പോയാലും അവിടെ വിജയം അവരെ കാത്തിരിക്കുന്നുണ്ടാകും. എന്നാൽ മറ്റു ചിലരുണ്ട്, അവരെത്ര കഷ്ടപ്പെട്ടാലും എത്ര വിയർപ്പൊഴുക്കിയാലും പരാജയം മാത്രമേ അവർക്ക് കൂട്ടിനുണ്ടാകൂ. നമ്മൾ പലപ്പോഴും ഇതിനെ വിധിയെന്നോ തലവരെയെന്നോ ഒക്കെ വിളിച്ച് സമാധാനിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ എന്താണ് ഈ ഭാഗ്യം? അത് ആകാശത്ത് നിന്ന് പൊട്ടിവീഴുന്ന ഒരത്ഭുതമാണോ? അതോ നമ്മുടെ കൈകളിലൂടെ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമുക്കൊരു ചെറിയ യാത്ര പോയാലോ? ഈ യാത്രയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് നമ്മുടെ ഓരോ ദിവസത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ചില രഹസ്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രഭാതങ്ങളെ എങ്ങനെ ഭാഗ്യത്തിന്റെ വിത്തുപാകുന്ന നിമിഷങ്ങളാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, രണ്ടു വ്യക്തികൾ. ഒരാളുടെ പേര് രവി എന്നും മറ്റൊരാളുടെ പേര് സോമനെന്നും നമുക്ക് വിളിക്കാം. രവിയുടെ പ്രഭാതം ആരംഭിക്കുന്നത് വളരെ അലസമായിട്ടാണ്. അലാറം 5 തവണ സ്നൂസ് ചെയ്ത ശേഷം അയാൾ ചാടി എഴുന്നേൽക്കുന്നു. സമയം വൈകി എന്ന തിരിച്ചറിവിൽ അയാളുടെ നെഞ്ചിടിപ്പ് കൂടുന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അയാൾ ആദ്യം തിരയുന്നത് തന്റെ മൊബൈൽ ഫോണാണ്. തലേ ദിവസം രാത്രി വന്ന മെസ്സേജുകൾ, ലോകത്തുള്ള സകല പ്രശ്നങ്ങളും വാർത്തകളും ആ കുഞ്ഞു സ്ക്രീനിലൂടെ അയാളുടെ തലച്ചോറിലേക്ക് ഇരച്ചു കയറുന്നു. ഒരു യുദ്ധത്തിനു പോകുന്ന മാനസികാവസ്ഥയോടെയാണ് അയാൾ പല്ലു തേയ്ക്കാൻ പോകുന്നത്. തിടുക്കത്തിൽ കാപ്പി കുടിക്കുന്നു. അത് ഷർട്ടിൽ വീഴുന്നു. ദേഷ്യത്തോടെ അയാൾ വസ്ത്രം മാറുന്നു. ഓഫീസിലേക്കുള്ള യാത്രയിൽ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ അയാൾ ലോകത്തെ മുഴുവൻ ശപിക്കുന്നു. ഓഫീസിലെത്തുമ്പോഴേക്കും അയാൾ തളർന്നു പോയിട്ടുണ്ടാകും. അന്നത്തെ ദിവസം അയാൾക്ക് ലഭിക്കുന്നത് ശാസനകളും പരാജയങ്ങളും മാത്രമായിരിക്കും. വൈകുന്നേരം വീട്ടിലെത്തുന്ന രവി പറയും, ഇന്നെനിക്ക് തീരെ ഭാഗ്യമില്ലാത്ത ദിവസമായിരുന്നു എന്ന്. ഇനി നമുക്ക് സോമന്റെ കാര്യം നോക്കാം. സോമൻ ഉണരുന്നത് അലാറം അടിക്കുന്നതിന് തൊട്ടുമുമ്പാണ്. അല്ലെങ്കിൽ വളരെ ശാന്തമായ ഒരു അലാറം കേട്ട് പുഞ്ചിരിയോടെ അയാൾ കണ്ണു തുറക്കുന്നു. അയാൾ ചാടി എഴുന്നേൽക്കുന്നില്ല. പകരം കിടക്കയിൽ തന്നെ അല്പനേരം കണ്ണുകൾ അടച്ചു കിടക്കുന്നു. തന്റെ ശ്വാസത്തെ അയാൾ ശ്രദ്ധിക്കുന്നു. ജനാലയിലൂടെ വരുന്ന ഇളം കാറ്റിനെയും കിളികളുടെ ശബ്ദത്തെയും അയാൾ ആസ്വദിക്കുന്നു. മൊബൈൽ ഫോൺ അയാളുടെ അടുത്തുപോലുമില്ല. അയാൾ ശാന്തമായി എഴുന്നേൽക്കുന്നു. പ്രകൃതിയിലേക്ക് നോക്കി നന്ദി പറയുന്നു. ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ അയാൾ അതിന്റെ രുചി പൂർണ്ണമായും ആസ്വദിക്കുന്നു. ആ ദിവസത്തെ അയാൾ മുൻകൂട്ടി കാണുന്നു. ഓഫീസിലേക്കുള്ള യാത്രയിൽ അയാൾ പാട്ടുകൾ കേൾക്കുന്നു. ട്രാഫിക്കിൽ കിടക്കുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നില്ല. പകരം ആ സമയം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നു. ഓഫീസിൽ അയാൾ ഉന്മേഷവാനാണ്. എല്ലാവരോടും ചിരിച്ചു സംസാരിക്കുന്നു. അന്ന് അയാൾക്കു ലഭിക്കുന്നത് അഭിനന്ദനങ്ങളും പുതിയ അവസരങ്ങളുമാണ്. വൈകുന്നേരം സോമൻ പറയും, ഇന്നെനിക്ക് ഒരു ഭാഗ്യ ദിവസമായിരുന്നു എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, രവിക്കും സോമനും ലഭിച്ചത് ഒരേ 24 മണിക്കൂറാണ്. ഒരേ സൂര്യനാണ് ഇരുവർക്കും ഉദിച്ചത്. ഒരേ നഗരത്തിലാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരാൾക്ക് അത് നിർഭാഗ്യത്തിന്റെ ദിവസവും മറ്റൊരാൾക്ക് അത് ഭാഗ്യത്തിന്റെ ദിവസവുമായി മാറിയത്? ഇതിന്റെ ഉത്തരം അവരുടെ പ്രഭാതങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ രാവിലെ ഉണരുന്ന ആദ്യത്തെ 1 മണിക്കൂർ, അതാണ് ആ ദിവസത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിനെ നമുക്ക് ഗോൾഡൻ അവർ അഥവാ സുവർണ മണിക്കൂർ എന്ന് വിളിക്കാം. നമ്മൾ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ തരംഗങ്ങൾ തീറ്റ അവസ്ഥയിൽ നിന്ന് ആൽഫ അവസ്ഥയിലേക്ക് മാറുന്ന സമയം. ഈ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സജീവമായിരിക്കും. ഒരു തുറന്ന പുസ്തകം പോലെയാണത്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് എന്തെഴുതി ചേർക്കുന്നുവോ അതായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നതെന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ആ പുസ്തകത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. അതെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മൊബൈൽ ഫോണുകളെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കണ്ണു തുറന്ന് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നു. വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ
നമ്മൾ കാണുന്നതെന്താണ്? മറ്റുള്ളവരുടെ ജീവിതങ്ങൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്ന അപകടങ്ങൾ, തർക്കങ്ങൾ, നെഗറ്റീവ് വാർത്തകൾ. ഇത് കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമൈൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഒരുതരം ഉത്കണ്ഠയും നമ്മളറിയാതെ നമ്മളിൽ നിറയുന്നുണ്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അവൻ എത്ര നല്ല ജീവിതമാണ്, ഇന്നലെ അയച്ച മെസ്സേജിന് മറുപടി വന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആദ്യമേ കടന്നു ചെല്ലുന്നു. ഒരു വെള്ള പേപ്പറിൽ ആദ്യം തന്നെ മഷി ഒഴിക്കുന്നത് പോലെയാണിത്. പിന്നെ ആ പേപ്പറിൽ എന്ത് നല്ല ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചാലും ആ മഷി പടർപ്പ് അവിടെ ഉണ്ടാകും. ഇത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം കെട്ടുപോകാൻ പ്രധാന കാരണം. പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജത്തെ നമ്മൾ സ്വയം ബ്ലോക്ക് ചെയ്യുകയാണ്. ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ഊർജമാണ്. അത് പോസിറ്റീവായ ഒരു വൈബ്രേഷനാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും തെളിഞ്ഞതുമാണെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് സഞ്ചരിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ്. അതിനെയാണ് നമ്മൾ ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ രാവിലെ തന്നെ പരാതികളോടും പരിഭവങ്ങളോടും കൂടിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? എനിക്ക് സന്തോഷമില്ല, എനിക്ക് കുറവുകളുണ്ട് എന്ന് സന്ദേശമാണ്. അപ്പോൾ പ്രപഞ്ചം തിരിച്ചു നൽകുന്നതും അത്തരം അനുഭവങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് രാവിലെ തന്നെ കലിപ്പിലാണല്ലോ എന്ന് നമ്മൾ ചിലരെക്കുറിച്ച് പറയുന്നത്. അവരുടെ ദിവസം മുഴുവൻ ആ കലിപ്പ് പിന്തുടരും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രഭാതങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുക? എങ്ങനെയാണ് ഭാഗ്യത്തെ നമ്മുടെ വാതിലിൽ മുട്ടിക്കാൻ കഴിയുക? ഇത് കേൾക്കുമ്പോൾ വലിയ കഠിനമായ കാര്യമാണെന്ന് തോന്നാം. ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഇത്. വളരെ ലളിതമായ എന്നാൽ വളരെ ശക്തിയേറിയ ചില ശീലങ്ങളിലൂടെ നമുക്കിത് സാധ്യമാക്കാം. രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ തുടങ്ങുന്ന ഒരു ചെറിയ മാറ്റം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും. നിങ്ങളൊരു കാന്തം പോലെയായി മാറും. നല്ല അവസരങ്ങളെയും നല്ല മനുഷ്യരെയും സന്തോഷത്തെയും ആകർഷിക്കുന്ന ഒരു കാന്തം. ആദ്യത്തെ പടി തുടങ്ങുന്നത് നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെയാണ്. സാധാരണ നമ്മൾ അലാറം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് പതിവ്. ആ നിമിഷം തന്നെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതായത് ദിവസത്തിന്റെ തുടക്കം തന്നെ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പോലെയാണ്. ഇത് മാറണം. നിങ്ങൾ ഉണരുമ്പോൾ അത് സ്വാഭാവികമായ ഒരു ഉണരലായിരിക്കണം. അലാറം വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ മൃദുവായ, കേൾക്കാൻ ഇമ്പമുള്ള ഒരു സംഗീതമായിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ണ് തുറന്നാലുടനെ ചാടി എഴുന്നേൽക്കരുത്. ഒരു 2 മിനിറ്റ്, വെറും 2 മിനിറ്റ് കിടക്കയിൽ തന്നെ കിടക്കുക. ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കത്തിനും ഉണർവിനുമിടയിലുള്ള ആ നേർത്ത നൂൽപ്പാലത്തിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. ഈ 2 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒന്ന് പുഞ്ചിരിക്കുക. വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. ആർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. ആ പുഞ്ചിരി നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന സന്ദേശം ഇന്നെല്ലാം നന്നായി വരും എന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ 2 കൈകളും ഒന്ന് നോക്കുക. നമ്മുടെ പാരമ്പര്യത്തിൽ ഇതിനെ കരദർശനം എന്ന് പറയുന്നു. കൈകളിൽ ലക്ഷ്മിയും സരസ്വതിയും ഗോവിന്ദനും വസിക്കുന്നു എന്നാണ് വിശ്വാസം. അത് വിശ്വാസത്തിന്റെ ഭാഗം. പക്ഷെ മനഃശാസ്ത്രപരമായി നോക്കിയാൽ നമ്മൾ നമ്മുടെ കർമ്മശേഷിയെയാണ് നോക്കുന്നത്. എന്റെ ഈ കൈകൾ കൊണ്ട് ഇന്ന് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും, എന്റെ വിധി എഴുതാൻ എനിക്ക് ശക്തിയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണത്. ആ കൈകൾ കൂട്ടിത്തിരുമി മുഖത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ചൂട്, അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പകരുന്ന ഊർജം ചില്ലറയല്ല. അതൊരു ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങളുടെ ശരീരം ഉണരുകയാണ്. ഇനി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വലതുകാൽ ആദ്യം നിലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇതിലും ഒരു ശാസ്ത്രമുണ്ട്. നമ്മുടെ ശരീരത്തിലെ സൂര്യനാഡി വലതുഭാഗത്താണ്. വലതുകാൽ ഊന്നി എഴുന്നേൽക്കുമ്പോൾ ദഹനം, ഉന്മേഷം, പ്രവർത്തനം എന്നിവയെ നിയന്ത്രിക്കുന്ന സൂര്യനാഡി ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നു. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷേ വലിയ ഒരു കെട്ടിടം പണിയുന്നത് ചെറിയ ഇഷ്ടികകൾ കൊണ്ടാണെന്ന് ഓർക്കുക. അതുപോലെ വലിയ ഭാഗ്യങ്ങൾ വരുന്നത് ഇത്തരം ചെറിയ ശീലങ്ങളിലൂടെയാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ബാത്റൂമിലേക്കോ അടുക്കളയിലേക്കോ പോകുന്നതിനു മുൻപ് ഒരു നിമിഷം പ്രകൃതിയെ നോക്കാൻ സമയം കണ്ടെത്തണം. ജനൽ തുറന്നിടുക.
പുറത്തെ വെളിച്ചം, അത് സൂര്യപ്രകാശമായാലും പുലരിവെട്ടമായാലും, അത് നിങ്ങളുടെ മുഖത്ത് വീഴാൻ അനുവദിക്കുക. പ്രഭാതത്തിലെ കാറ്റിന് ഒരു പ്രത്യേക ഔഷധഗുണമുണ്ട്. അത് ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസകോശം മാത്രമല്ല, നിങ്ങളുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു. ആകാശത്തേക്ക് നോക്കി മനസ്സിൽ പറയുക, ഈ മനോഹരമായ ദിവസത്തിന് നന്ദി. ഇന്നെന്നെ കാത്തിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി. നന്ദി പറയുക എന്നത് ഭാഗ്യത്തിന്റെ താക്കോലാണ്. നമ്മൾ എന്തിനാണോ നന്ദി പറയുന്നത്, അത് നമുക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞാൽ കൂടുതൽ ആരോഗ്യം ലഭിക്കും. സമാധാനത്തിന് നന്ദി പറഞ്ഞാൽ കൂടുതൽ സമാധാനം ലഭിക്കും. പക്ഷെ നമ്മളിൽ പലരും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നും ജോലിക്ക് പോകണമല്ലോ, ഇന്നും ആ പ്രശ്നം തീർന്നില്ലല്ലോ എന്ന പരാതിയാണ് പറയുന്നത്. പരാതി പറയുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളെയാണ് ആകർഷിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രകൃതിയുടെ ഒരു ഉദാഹരണം നോക്കാം. ഒരു മരം വളരുന്നതെങ്ങനെയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരിക്കലും ഇന്നു മഴ പെയ്യുമോ നാളെ വെയിൽ വരുമോ എന്ന് ആകുലപ്പെട്ട് നിൽക്കില്ല. പകരം അത് കിട്ടുന്ന സൂര്യപ്രകാശത്തെയും വെള്ളത്തെയും സ്വീകരിച്ച് മുകളിലേക്ക് വളരാൻ ശ്രമിക്കുന്നു. അതിന്റെ വേരുകൾ ആഴത്തിൽ പോയി വെള്ളം വലിച്ചെടുക്കുന്നു. ഇലകൾ വിരിച്ച് സൂര്യപ്രകാശം സ്വീകരിക്കുന്നു. പ്രകൃതിയുമായി അത് അലിഞ്ഞുചേരുന്നു. അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുമ്പോൾ പോലും മരങ്ങൾ പലപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. നമ്മളും ആ മരത്തെപ്പോലെയാകണം. പ്രഭാതത്തിൽ പ്രകൃതി നൽകുന്ന ഊർജത്തെ നമ്മൾ സ്വീകരിക്കണം. ജനൽ തുറന്നു പുറത്തേക്ക് നോക്കുമ്പോൾ ആ കാണുന്ന പച്ചപ്പും ആകാശവും നമ്മളോട് പറയുന്നത്, നിങ്ങളും ഈ വലിയ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, നിങ്ങൾക്കിവിടെ ഒരിടമുണ്ട് എന്നാണ്. ആ തിരിച്ചറിവ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കുന്നത് എന്തെന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രവിയെ ഓർക്കുന്നുണ്ടല്ലോ. എഴുന്നേറ്റ ഉടനെ തിളച്ച കാപ്പിയാണ് അയാൾ കുടിച്ചത്. വെറും വയറ്റിൽ കടുപ്പമേറിയ കാപ്പിയോ ചായയോ ചെല്ലുമ്പോൾ അത് ശരീരത്തിൽ അസിഡിറ്റി ഉണ്ടാക്കുന്നു. അത് വയറിനെ അസ്വസ്ഥമാക്കുന്നു. വയറും മനസ്സും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. വയർ അസ്വസ്ഥമായാൽ മനസ്സ് അസ്വസ്ഥമാവും. മനസ്സ് അസ്വസ്ഥമായാൽ ഭാഗ്യം പടിയിറങ്ങിപ്പോകും. അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. വേണമെങ്കിൽ അതിലൽപ്പം തേനോ നാരങ്ങ നീരോ ചേർക്കാം. രാത്രി മുഴുവൻ വിശ്രമത്തിലായിരുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഒന്ന് കുളിപ്പിച്ചുണർത്തുന്ന പരിപാടിയാണിത്. ജലം ജീവനാണ്. ആ ജീവജലം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ശുദ്ധമായ ശരീരം ശുദ്ധമായ മനസ്സിന് വഴിയൊരുക്കുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്പനേരം, വെറും 10-15 മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി മാറ്റിവെക്കണം. ജിമ്മിൽ പോയി ഭാരമെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ലളിതമായ സ്ട്രെച്ചിങ് വ്യായാമങ്ങളോ യോഗയോ അല്ലെങ്കിൽ വീടിനു ചുറ്റുമൊന്ന് നടക്കുകയോ ചെയ്യാം. ശരീരം അനങ്ങുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുന്നു. തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നു. ഇതോടെ എൻഡോർഫിൻ എന്ന സന്തോഷത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾ എപ്പോഴും പ്രസന്നരായിരിക്കും. അവർക്കൊരു പോസിറ്റീവ് പ്രഭാവലയമുണ്ടാകും. ആ പ്രഭാവലയമാണ് മറ്റുള്ളവരെ അവരിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് കരുതുക. ക്ഷീണിച്ച ഉന്മേഷമില്ലാത്ത മുഖവുമായി പോകുന്നതാണോ അതോ തിളങ്ങുന്ന കണ്ണുകളും ഊർജ്ജസ്വലമായ ശരീരവുമായി പോകുന്നതാണോ നല്ലത്? തീർച്ചയായും രണ്ടാമത്തെ ആളെയാണ് ആർക്കും ഇഷ്ടപ്പെടുക. അവിടെയാണ് ഭാഗ്യം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളുടെ ഭാഗ്യത്തെ നിർണയിക്കുന്നത്. ശരീരത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണർത്തേണ്ടത് മനസ്സിനെയാണ്. ഇവിടെയാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന അത്ഭുതം കടന്നുവരുന്നത്. പേടിക്കണ്ട. കാവ്യവസ്ത്രം ധരിച്ച് മണിക്കൂറുകളോളം കണ്ണടച്ചിരിക്കേണ്ട കാര്യമില്ല. വെറും 5 മിനിറ്റ് സുഖമായി ഒരിടത്തിരിക്കുക. നട്ടെല്ല് നിവർത്തിവെക്കുക. കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും മാത്രം ശ്രദ്ധിക്കുക. പല ചിന്തകൾ മനസ്സിലേക്ക് വരും. ഇന്ന് കറണ്ട് ബില്ലടയ്ക്കണം, കുട്ടിക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കണം, ഇന്നലെ ബോസ് വഴക്ക് പറഞ്ഞു എന്നിങ്ങനെ 1000 ചിന്തകൾ വരും. അവയൊന്നും തടയാൻ ശ്രമിക്കരുത്. ഒരു റോഡരികിൽ നിൽക്കുമ്പോൾ വാഹനങ്ങൾ കടന്നുപോകുന്നത് നോക്കി നിൽക്കുന്നതുപോലെ ആ ചിന്തകളെ നോക്കി നിൽക്കുക. അവ വരും, പോകും. നിങ്ങൾ ശ്വാസത്തിലേക്ക് മടങ്ങിവരിക. ഈ 5 മിനിറ്റ് മൗനം നിങ്ങളുടെ മനസ്സിനെ ഒരു തടാകം പോലെ ശാന്തമാക്കും. കലങ്ങിയ വെള്ളത്തിൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം കാണാൻ കഴിയില്ല. എന്നാൽ തെളിഞ്ഞ വെള്ളത്തിൽ മുഖം വ്യക്തമായി കാണാം. അതുപോലെ
ശാന്തമായ മനസ്സിൽ മാത്രമേ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് തെറ്റായ സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ്. ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വിപരീത ഫലമാണുണ്ടാക്കുക. എന്നാൽ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ശാന്തതയോടെടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും ശരിയായിരിക്കും. ശരിയായ തീരുമാനങ്ങൾ ശരിയായ ഫലങ്ങളിലേക്കും അത് വിജയത്തിലേക്കും നയിക്കുന്നു. വിജയിക്കുന്നൊരാളെ നോക്കി നമ്മൾ പറയും, അയാൾക്ക് നല്ല ഭാഗ്യമുണ്ട് എന്ന്. സത്യത്തിൽ അത് ഭാഗ്യമല്ല, അയാളുടെ മനസ്സിന്റെ വ്യക്തതയാണ്. ധ്യാനത്തിന് ശേഷം ചെയ്യാവുന്ന വളരെ ശക്തമായ മറ്റൊരു കാര്യമുണ്ട്: വിഷ്വലൈസേഷൻ അഥവാ മാനസികാവിഷ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ അത്ലറ്റുകളും ബിസിനസ്സുകാരും ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണിത്. കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിൽ കാണുക. ഒരു സിനിമ കാണുന്നത് പോലെ കാണണം. നിങ്ങൾ ഓഫീസിൽ പോകുന്നു, എല്ലാവരും നിങ്ങളെ ബഹുമാനത്തോടെ നോക്കുന്നു, നിങ്ങളുടെ ജോലികൾ കൃത്യസമയത്ത് തീർക്കുന്നു, നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇതെല്ലാം മനസ്സിൽ കാണുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആ കാഴ്ചയിൽ വികാരം കൂടി ചേർക്കണം എന്നതാണ്. ആ വിജയം നേടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, ആശ്വാസം, അഭിമാനം എന്നിവ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യവും നമ്മൾ ഭാവനയിൽ കാണുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം തലച്ചോറിന് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങളൊരു നാരങ്ങ കടിച്ചു തിന്നുന്നത് മനസ്സിലൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പുളിയുള്ള, നീരുള്ള ഒരു നാരങ്ങ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വന്നില്ലേ? യഥാർത്ഥത്തിൽ നാരങ്ങ അവിടെയില്ല, പക്ഷെ തലച്ചോറ് ശരീരം കൊണ്ട് പ്രതികരിച്ചു. ഇതുപോലെയാണ് വിഷ്വലൈസേഷനും. നിങ്ങൾ വിജയം മനസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ശരീരത്തെ വിജയത്തിനായി സജ്ജമാക്കുന്നു. നിങ്ങളുടെ നടപ്പിലും നോട്ടത്തിലും സംസാരത്തിലും ആ ആത്മവിശ്വാസം നിഴലിക്കും. അപ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. ഇതാണ് ഭാഗ്യത്തിന്റെ മറ്റൊരു രഹസ്യം. നിങ്ങൾ എന്താണോ മനസ്സിൽ വിശ്വസിക്കുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാകും. ഇനി കുളിയും പ്രാതലമാണ്. കുളി വെറുമൊരു ശാരീരിക ശുദ്ധിയല്ല. വെള്ളം തലയിലൂടെ ഒഴുകുമ്പോൾ ഇന്നലത്തെ എല്ലാ ക്ഷീണവും വിഷമങ്ങളും കഴുകിക്കളയുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഓരോ തുള്ളി വെള്ളവും പുതിയ ഊർജമാണെന്ന് കരുതുക. കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം ഒന്ന് അഭിനന്ദിക്കാൻ മറക്കരുത്. നീ സുന്ദരനാണ്, അല്ലെങ്കിൽ നീ മിടുക്കിയാണ്, ഇന്ന് നിന്റെ ദിവസമാണ് എന്ന് സ്വയം പറയുക. ഇതിനെ സെൽഫ് ടോക്ക് എന്ന് പറയും. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. ആ സംസാരം പോസിറ്റീവായിരിക്കണം. എന്നെ കാണാൻ കൊള്ളില്ല, എനിക്കൊന്നിനും കഴിവില്ല എന്ന് സ്വയം പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമായി സ്വീകരിക്കും. പിന്നെ എത്ര വലിയ അവസരം മുന്നിൽ വന്നാലും നിങ്ങൾ പിറകോട്ട് വലിയും. നേരെ മറിച്ച് എനിക്ക് കഴിയും എന്ന് സ്വയം പറഞ്ഞാൽ ഒരു മലയെപ്പോലും മാറ്റാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുകയോ ഫോൺ നോക്കുകയോ ചെയ്യരുത്. കഴിക്കുന്ന ആഹാരത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ലോകത്തെത്രയോ പേർ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് മുന്നിൽ ഈ ആഹാരം എത്തിയതിനു പിന്നിൽ എത്രയോ പേരുടെ അധ്വാനമുണ്ട്. കർഷകർ, അത് ചുമന്നുകൊണ്ടുവന്നവർ, പാചകം ചെയ്തവർ, എല്ലാവരോടും മനസ്സുകൊണ്ട് നന്ദി പറയുക. ഭക്ഷണത്തിന്റെ രുചി ആസ്വദിച്ചു കഴിക്കുക. ഇത് ദഹനത്തിന് മാത്രമല്ല, മനസ്സിന്റെ തൃപ്തിക്കും നല്ലതാണ്. നിറഞ്ഞ വയറും നിറഞ്ഞ മനസ്സുമുണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയെയും നേരിടാൻ നമുക്ക് കഴിയും. വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, അത് മാതാപിതാക്കളാകാം, പങ്കാളിയാകാം, മക്കളാകാം, അവരോട് സ്നേഹത്തോടെ പെരുമാറുക. ഒരു ചെറിയ പുഞ്ചിരി, ഒരു കെട്ടിപ്പിടുത്തം, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, ഇത് നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. വീട്ടിലെ അന്തരീക്ഷം ശാന്തമാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് ഒരു കവചം ധരിച്ചാണ്. പുറത്തുള്ള ആർക്കും നിങ്ങളുടെ സമാധാനത്തെ തകർക്കാൻ കഴിയില്ല. നേരെ മറിച്ച് രാവിലെ തന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കി ഇറങ്ങുന്ന ഒരാളുടെ കാര്യം ആലോചിച്ചു നോക്കൂ. അയാളുടെ മനസ്സ് കലുഷിതമായിരിക്കും. റോഡിലെ ചെറിയൊരു ബ്ലോക്ക് പോലും അയാളെ പ്രകോപിപ്പിക്കും. ഓഫീസിലെ ചെറിയൊരു പ്രശ്നം പോലും വലിയ പൊട്ടിത്തെറിയിൽ കലാശിക്കും. അയാളുടെ അന്നത്തെ ദിവസം മുഴുവൻ നാശമാകും. അപ്പോൾ അയാൾ പറയും, ഇന്നെന്റെ സമയം ശരിയല്ല എന്ന്. സമയം ശരിയല്ലാത്തതുകൊണ്ടല്ല, രാവിലത്തെ ആ തുടക്കം പിഴച്ചതുകൊണ്ടാണ്.
ഭാഗ്യമെന്ന് പറയുന്നത് ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല. അത് അവസരവും തയ്യാറെടുപ്പും ഒത്തുചേരുന്ന ബിന്ദുവാണ്. രാവിലെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം, നേരത്തെ എഴുന്നേൽക്കുന്നത്, നന്ദി പറയുന്നത്, വെള്ളം കുടിക്കുന്നത്, വ്യായാമം, ധ്യാനം, വിഷ്വലൈസേഷൻ, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, ഇതെല്ലാം ആ തയ്യാറെടുപ്പുകളാണ്. നമ്മൾ നമ്മളെ തന്നെ പാകപ്പെടുത്തുകയാണ്. ഒരു പാത്രം കമിഴ്ത്തി വെച്ചിരിക്കുകയാണെങ്കിൽ പുറത്തെത്ര മഴ പെയ്താലും അതിലൊരു തുള്ളി വെള്ളം വീഴില്ല. പാത്രം മലർത്തി വെച്ചാൽ മാത്രമേ വെള്ളം നിറയൂ. നമ്മുടെ മനസ്സിനെ മലർത്തിവെക്കുന്ന പ്രക്രിയയാണ് ഈ പ്രഭാതശീലങ്ങൾ. അപ്പോൾ ഭാഗ്യമെന്ന മഴ പെയ്യുമ്പോൾ അത് പൂർണ്ണമായും നമുക്ക് ലഭിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വലിയ ലോട്ടറി അടിക്കുന്നതാണ് ഭാഗ്യമെന്നാണ്. എന്നാൽ യഥാർത്ഥ ഭാഗ്യം അതല്ല. ഒരു ദിവസം മുഴുവൻ സന്തോഷമായിരിക്കാൻ കഴിയുക, ചെയ്യുന്ന ജോലി ആസ്വദിക്കാൻ കഴിയുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ കഴിയുക, രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക, ഇതാണ് യഥാർത്ഥ ഭാഗ്യം. ഈ ചെറിയ ഭാഗ്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ജീവിതമെന്ന വലിയ ഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനം നമ്മുടെ പ്രഭാതങ്ങളാണ്. വെൽ ബിഗൻ ഇസ് ഹാഫ് ഡൺ. എന്നാൽ നല്ല തുടക്കം പകുതി വിജയമെന്ന് പറയാറില്ലേ? നിങ്ങളുടെ പ്രഭാതം നിങ്ങൾ പിടിച്ചടക്കിയാൽ നിങ്ങളുടെ ദിവസം നിങ്ങൾ പിടിച്ചടക്കി. നിങ്ങളുടെ ദിവസങ്ങളെ പിടിച്ചടക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ കൈപ്പിടിയിലാകും. പക്ഷെ ഇതെല്ലാം കേൾക്കാൻ രസമുണ്ട്, പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എനിക്ക് സമയം കിട്ടുന്നില്ല, രാവിലെ തിരക്കാണ് എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിപ്പോൾ പറയുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ളവരും വിജയികളുമായ ആളുകൾ, അത് ബിൽ ഗേറ്റ്സ് ആയാലും ഇലോൺ മസ്ക് ആയാലും നമ്മുടെ നാട്ടിലെ വലിയ വ്യവസായികളായാലും, അവർക്കെല്ലാം 24 മണിക്കൂറാണുള്ളത്. അവർ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമുക്കും കഴിയും. ഇതിനു വേണ്ടത് സമയമല്ല, മറിച്ച് മുൻഗണനയാണ്. നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ എത്രത്തോളം വില കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമിത്. ഒരു ദിവസം കൊണ്ടെല്ലാം മാറണമെന്നില്ല. ശീലങ്ങൾ മാറ്റാൻ സമയമെടുക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്ക വിടാൻ തോന്നിയില്ലെന്ന് വരാം. ധ്യാനിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധ മാറിക്കോയെന്ന് വരാം. അതൊന്നും സാരമില്ല. വിട്ടുകൊടുക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. ഒരു കുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ പതുക്കെ പതുക്കെ ശീലമാക്കുക. ആദ്യം ഒരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. പിന്നെ അത് 20 മിനിറ്റ് ആക്കുക. അങ്ങനെ ക്രമേണ സമയം കണ്ടെത്തുക. ഒരു 21 ദിവസം തുടർച്ചയായി നിങ്ങളിത് ചെയ്താൽ പിന്നെ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. പിന്നെ അലാറം ഇല്ലാതെ തന്നെ നിങ്ങൾ ഉണരും. മെഡിറ്റേഷൻ ചെയ്യാതെ ദിവസം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ മാറ്റം നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം. അപ്പോൾ നാളെ രാവിലെ മുതൽ നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാമല്ലേ? പഴയ ശീലങ്ങളെയെല്ലാം മാറ്റിവെച്ച് പുതിയൊരു വ്യക്തിയായി ഉണരാം. ഇനി നമുക്ക് നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ പാകപ്പെടുത്താമെന്നതിനെക്കുറിച്ച്. എന്നാൽ നമ്മൾ ജീവിക്കുന്നതൊരു സമൂഹത്തിലാണ്. നമ്മുടെ വീടിന്റെ വാതിൽ തുറന്ന് നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ മറ്റൊരു ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ ലോകവുമായി നമ്മൾ എങ്ങനെ ഇടപഴകുന്നു എന്നത് നമ്മുടെ ഭാഗ്യത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ് കർമ്മം എന്ന വലിയ സത്യം കടന്നുവരുന്നത്. നമ്മൾ എന്തു കൊടുക്കുന്നുവോ അത് 10 മടങ്ങായി തിരിച്ചു കിട്ടും എന്നതാണല്ലോ പ്രകൃതി നിയമം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രഭാതങ്ങളിൽ നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? നമ്മുടെ പഴമക്കാർക്കൊരു ശീലമുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്താൽ അതിൽ നിന്ന് ഒരു പിടി അരിയോ അല്ലെങ്കിൽ ഒരു ഉരുള ചോറോ കാക്കകൾക്കോ മറ്റു പക്ഷികൾക്കോ നൽകുക എന്നത്. ഇതൊരു അന്ധവിശ്വാസമല്ല. ഇതിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് കൊടുത്തുകൊണ്ടായിരിക്കണം. അതൊരു പക്ഷേ ഒരു പിടി അരിയായിരിക്കാം, അല്ലെങ്കിൽ ചെടികൾ കൊഴിക്കുന്ന കുറച്ചു വെള്ളമായിരിക്കാം. അതുമല്ലെങ്കിൽ വീടിന് പുറത്തു നിൽക്കുന്ന ആർക്കെങ്കിലും നൽകുന്ന ഒരു പുഞ്ചിരിയായിരിക്കാം. എനിക്ക് ആവശ്യത്തിനുണ്ട്, എനിക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയും എന്നൊരു സന്ദേശമാണ് നിങ്ങളിതിലൂടെ പ്രപഞ്ചത്തിന് നൽകുന്നത്. ഇതിനെ നമുക്ക് സമൃദ്ധിയുടെ മനസ്ഥിതി അഥവാ അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കാം. എനിക്കില്ല, എനിക്ക് പോരാ എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ഭാഗ്യം ലഭിക്കില്ല. മറിച്ച് എനിക്ക് നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവർക്ക് പ്രപഞ്ചം വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ നിങ്ങൾ ചായ കുടിക്കുന്നതിന് മുൻപ് ഒരു ബിസ്ക്കറ്റോ കുറച്ച് ധാന്യമണികളോ മുറ്റത്തുള്ള കിളികൾക്ക് നൽകി നോക്കൂ. അവ കൊത്തിപ്പറുക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് മതി നിങ്ങളുടെ ദിവസം തെളിയാൻ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം,
രാവിലെ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ രാവിലെ ഓഫീസിലേക്കോ മറ്റോ പോകുമ്പോൾ സഹകർമ്മികളുമായോ സുഹൃത്തുക്കളുമായോ ഫോണിൽ സംസാരിക്കാറുണ്ട്. പലപ്പോഴും ഈ സംഭാഷണങ്ങൾ ഗോസിപ്പുകൾ അഥവാ പരദൂഷണങ്ങളായിരിക്കും. അവനെന്തുപറ്റി, ഇവൾക്കെന്തുപറ്റി, നാട്ടിൽ എന്ത് പ്രശ്നമുണ്ട് തുടങ്ങിയ ചർച്ചകൾ. ദയവ് ചെയ്ത് രാവിലെ തന്നെ ഇത്തരം ചവറുകൾ നിങ്ങളുടെ മനസ്സിലേക്കിടാതിരിക്കുക. രാവിലെ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചർച്ച ചെയ്താൽ നിങ്ങളുടെ മനസ്സറിയാതെ തന്നെ നെഗറ്റീവായി മാറും. പിന്നെ നിങ്ങൾ ആരെ കണ്ടാലും അവരിലെ കുറ്റങ്ങൾ മാത്രമേ കാണൂ. അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നാൽ പോലും അതിലെ പോരായ്മകൾ മാത്രമേ നിങ്ങൾ കാണൂ. അതുകൊണ്ട് പ്രഭാതത്തിലെ ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾ പരമാവധി നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ആരെക്കുറിച്ചെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നല്ല വശങ്ങൾ മാത്രം സംസാരിക്കുക. നല്ല വാക്കുകൾക്ക് നല്ല ഊർജമുണ്ട്. ആ ഊർജം നിങ്ങളുടെ ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കും. ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു കഥ പറയണമെന്നുണ്ട്. പണ്ട് ഒരു യുവാവ് ഭാഗ്യം തേടി ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നു. അയാൾ സന്യാസിയോട് ചോദിച്ചു, ഗുരു, എനിക്കെവിടെ നോക്കിയാലും പരാജയമാണ്. എനിക്ക് ഭാഗ്യം ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം? സന്യാസി ചിരിച്ചുകൊണ്ട് അയാളുടെ കയ്യിൽ ഒരു ചെറിയ കല്ല് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊരത്ഭുത കല്ലാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ നീ തൊടുന്നതെല്ലാം വിജയമാകും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഇന്ന് വൈകുന്നേരം വരെ നീ ആരെയും വിമർശിക്കാനോ ആരോടും ദേഷ്യപ്പെടാനോ പാടില്ല. എങ്കിൽ മാത്രമേ ഈ കല്ലിന് ശക്തിയുണ്ടാവൂ. യുവാവ് സന്തോഷത്തോടെ കല്ലും വാങ്ങി തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ ഒരാൾ അയാളുടെ കാൽ തട്ടി. യുവാവിന് ദേഷ്യം വന്നു. അയാൾ ചീത്ത വിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് സന്യാസിയുടെ വാക്ക് ഓർമ്മ വന്നു. അയാൾ ദേഷ്യമടക്കി ആ മനുഷ്യനോട് ചിരിച്ചുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞു. ഓഫീസിലെത്തിയപ്പോൾ ബോസ് അയാളെ വഴക്കു പറഞ്ഞു. സാധാരണയാണെങ്കിൽ അയാൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് തർക്കിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ അയാൾ ശാന്തനായി കേട്ടുനിന്നു. ശരി സാർ, ഞാൻ തിരുത്താം എന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ അയാൾ സന്യാസിയുടെ അടുത്ത് തിരിച്ചെത്തി. സന്യാസി ചോദിച്ചു, എന്തായി? കല്ല് പ്രവർത്തിച്ചോ? യുവാവ് അത്ഭുതത്തോടെ പറഞ്ഞു, ഗുരു, ഈ കല്ല് അത്ഭുതമാണ്. ഇന്ന് ഞാൻ ആരുമായും വഴക്കുണ്ടാക്കിയില്ല. എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. ഓഫീസിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോലും ഇന്ന് പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു. ഈ കല്ല് എനിക്ക് തരുമോ? സന്യാസി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ കല്ല് തിരിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മകനെ, ഇതൊരു സാധാരണ കല്ലാണ്. വഴിയരികിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്തത്. യഥാർത്ഥ അത്ഭുതം ആ കല്ലിലല്ല, നിന്റെ മനസ്സിലായിരുന്നു. നീ ദേഷ്യപ്പെടാതെ പരാതിപ്പെടാതെയിരുന്നപ്പോൾ നിന്റെ ചുറ്റുമുള്ള ലോകം മാറി. അതാണ് യഥാർത്ഥ ഭാഗ്യം. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. ഭാഗ്യമെന്നത് പുറത്തുനിന്നുള്ള ഒരു വസ്തുവല്ല, അത് നമ്മുടെ ഉള്ളിലെ മാറ്റമാണ്. രാവിലെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ഇന്ന് ഞാൻ ശാന്തനായിരിക്കും, ഇന്ന് ഞാൻ സന്തോഷവാനായിരിക്കും എന്ന ആ തീരുമാനം, അതാണ് മാജിക്. ഇതിനെ നമുക്ക് സങ്കൽപ്പം എന്ന് വിളിക്കാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസത്തേക്ക് വേണ്ടി ഒരു ചെറിയ സങ്കല്പമെടുക്കുക. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ കാണുന്ന എല്ലാവരോടും പുഞ്ചിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ജോലി 100% ആത്മാർത്ഥതയോടെ ചെയ്യും. ഇങ്ങനെയൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ദിവസം തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞു നടക്കില്ല. അതിനൊരു ദിശയുണ്ടാകും. ദിശയുള്ള കപ്പലിന് മാത്രമേ കാറ്റിനെ അനുകൂലമാക്കി മാറ്റാൻ കഴിയൂ. ലക്ഷ്യമില്ലാത്ത കപ്പലിന് ഏത് കാറ്റും പ്രതികൂലമായിരിക്കും. ഭാഗ്യം തേടിയുള്ള ഈ യാത്രയിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ചില ദിവസങ്ങളിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കില്ല. അലാറം കേൾക്കില്ല, എഴുന്നേൽക്കാൻ വൈകും, കരണ്ട് പോകാം, വെള്ളമുണ്ടാവില്ല, അങ്ങനെ പലതും സംഭവിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടെന്ന് നിരാശരാകും. ഇന്ന് തുടക്കമേ പിഴച്ചു,
ഇനി ഇന്നൊന്നും നടക്കില്ല എന്ന് നമ്മൾ വിധിയെഴുതും. എന്നാൽ ഓർക്കുക, ഒരു മോശം തുടക്കമെന്ന് വെച്ചാൽ ഒരു മോശം ദിവസമെന്നല്ല അർത്ഥം. നിങ്ങൾ വൈകി എഴുന്നേറ്റു എന്ന് കരുതുക. അയ്യോ, വൈകിയല്ലോ എന്നു പറഞ്ഞ് ടെൻഷൻ അടിച്ച് ബാക്കിയുള്ള സമയം കൂടി കളയുന്നതിലാണോ ബുദ്ധി? അതോ ശരി, വൈകിപ്പോയി, സാരമില്ല, ഇനി കിട്ടുന്ന സമയം ഞാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കും എന്ന് ചിന്തിക്കുന്നതാണോ ബുദ്ധി? ഒരു സ്പോർട്സ് താരം ഓട്ടത്തിനിടയിൽ വീണുപോയാൽ അയാൾ അവിടെ കിടന്ന് കരയുകയല്ല ചെയ്യുന്നത്. അയാൾ ചാടി എഴുന്നേറ്റ് വീണ്ടും ഓടും. ചിലപ്പോൾ അയാൾക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞെന്നു വരില്ല, പക്ഷേ അയാൾ മത്സരം പൂർത്തിയാക്കും. ജീവിതത്തിലും അങ്ങനെ തന്നെ. പ്രഭാതശീലങ്ങൾ മുടങ്ങിയാൽ സ്വയം കുറ്റപ്പെടുത്തരുത്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നു സ്വയം ശപിക്കരുത്. ശ്വാസം ഒന്നുള്ളിലേക്ക് വലിക്കുക, എന്നിട്ട് പറയുക, ഇപ്പോൾ മുതൽ എന്റെ നല്ല സമയം തുടങ്ങുന്നു. ഏത് നിമിഷവും നിങ്ങളുടെ ദിവസം റീസെറ്റ് ചെയ്യാൻ കഴിയും. ആ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിലാണ്. ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നവർ ഒരിക്കലും വീഴാത്തവരല്ല, വീണാലും തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കുന്നവരാണ്. ഇനി വളരെ ലളിതമായ, എന്നാൽ നിങ്ങളുടെ ഭാഗ്യം തെളിയിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ജോലിക്ക് പോകാൻ തയ്യാറായി വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നിറങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഓരോ നിറത്തിനും ഓരോ തരംഗദൈർഘ്യമുണ്ട്. അത് നമ്മുടെ മൂഡിനെ സ്വാധീനിക്കും. എപ്പോഴും കറുപ്പും ചാരനിറവും മാത്രം ധരിക്കാതെ ഇടയ്ക്കൊക്കെ നല്ല തെളിച്ചമുള്ള നിറങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. നീല, പച്ച, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ മനസ്സിനുന്മേഷം നൽകും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ നിറം കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജി നൽകും. ഇന്ന് ഞാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന തോന്നൽ നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. ആത്മവിശ്വാസമുള്ള ഒരാളെയാണ് ഭാഗ്യം എപ്പോഴും തേടിവരുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം അല്ലെങ്കിൽ സുഗന്ധം. നല്ല ഗന്ധം തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കും. ഇത് ഓർമ്മശക്തിയെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ്. രാവിലെ കുളി കഴിഞ്ഞ് നല്ലൊരു സുഗന്ധം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉന്മേഷം നൽകും. മറ്റുള്ളവർക്ക് നിങ്ങളോട് അടുപ്പം തോന്നാനും ഇത് സഹായിക്കും. അയാൾ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് എന്ന ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിൽ നിങ്ങളുടെ വസ്ത്രധാരണത്തിനും ഗന്ധത്തിനും ശരീരഭാഷയ്ക്കുമെല്ലാം പങ്കുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വ ലക്ഷണം അഥവാ ഓറ വർദ്ധിപ്പിക്കുന്നു. ശക്തമായ ഓറ ഉള്ളവർക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ എളുപ്പമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, രാവിലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു പൂജ പോലെ ചെയ്യുക. പൂജ എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ ചെയ്യുന്നത് മാത്രമല്ല, ശ്രദ്ധയോടെ സ്നേഹത്തോടെ ചെയ്യുന്ന ഏത് കാര്യവും പൂജയാണ്. നിങ്ങൾ കാപ്പി ഉണ്ടാക്കുന്നത് ശ്രദ്ധയോടെയാണെങ്കിൽ അതൊരു ധ്യാനമാണ്. ഷൂ ലേസ് കെട്ടുന്നത് ശ്രദ്ധയോടെയാണെങ്കിൽ അതും ഒരു യോഗമാണ്. ഈ ശ്രദ്ധ അഥവാ മൈൻഡ്ഫുൾനെസ് ആണ് ഭാഗ്യത്തിന്റെ രഹസ്യങ്ങളിലൊന്ന്. അശ്രദ്ധമായി ജീവിക്കുന്നവർക്ക് മുന്നിലൂടെ ഭാഗ്യം കടന്നുപോയാലും അവരറിയില്ല. എന്നാൽ ശ്രദ്ധയോടെ ജീവിക്കുന്നവർ ചെറിയ ഇലയനക്കങ്ങളിൽ പോലും അവസരങ്ങൾ കണ്ടെത്തും. നമ്മൾ സംസാരിച്ചു വരുന്നത് ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വിത്ത് പാകിയാൽ പിറ്റേ ദിവസം അത് മരമായി മാറില്ലല്ലോ. അതിന് വെള്ളമൊഴിക്കണം, വളമിടണം, വെയിൽ കൊള്ളിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. അതുപോലെയാണ് ഈ ശീലങ്ങളും. നിങ്ങൾ ഇത് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ആദ്യം നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, പിന്നെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, പിന്നെ നിങ്ങളുടെ ബന്ധങ്ങൾ സുന്ദരമാകും. ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയവും സമ്പത്തും നിങ്ങളെ തേടിയെത്തും. അതാണ് പ്രകൃതിയുടെ കണക്ക്. പക്ഷെ ഇതിനെല്ലാം ഒരൊറ്റ ശത്രുവുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ തന്നെ മടിയാണ്. നാളെ മുതൽ തുടങ്ങാം എന്ന ചിന്ത. ആ ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ നിർഭാഗ്യം. നാളെ എന്നത് ഒരിക്കലും വരാത്തൊരു ദിവസമാണ്. നമുക്കുള്ളത് ഇന്ന് മാത്രമാണ്, ഈ നിമിഷം മാത്രമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ തീരുമാനമെടുക്കുക. എന്റെ ജീവിതം മാറാൻ പോകുന്നു, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ലോകത്ത് ഭാഗ്യം കെട്ടവരായി ആരുമില്ല.
തന്റെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിയാത്തവർ മാത്രമേയുള്ളൂ. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുമ്പോഴും അത് അവിടെ തന്നെയുണ്ട്. കാറ്റ് വന്ന് മേഘങ്ങളെ മാറ്റുമ്പോൾ സൂര്യൻ തെളിഞ്ഞു വരുന്നു. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ഭാഗ്യസൂര്യനെ മറച്ചിരിക്കുന്നത് നിങ്ങളുടെ അലസതയും നെഗറ്റീവ് ചിന്തകളും മോശം ശീലങ്ങളുമാണ്. ഈ പ്രഭാതശീലങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് ആ മേഘങ്ങളെ മാറ്റുക മാത്രമാണ്. അതോടെ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു വരും. നമ്മുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് വ്യക്തിപരമായ മാറ്റങ്ങളെക്കുറിച്ചും സമൂഹത്തോടുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ചുമാണ്. എന്നാൽ ഭാഗ്യം എന്നത് കേവലം ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, പണവും പ്രശസ്തിയും മാത്രമല്ല ഭാഗ്യം. ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. അതാണ് സമയം എന്ന മഹാഭാഗ്യം. ഓരോ പ്രഭാതവും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം സമയം തന്നെയാണ്. ഈ ലോകത്ത് ആർക്കും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത ഒരേ ഒരു സമ്പത്ത് സമയമാണ്. നഷ്ടപ്പെട്ട പണം നാളെ സമ്പാദിക്കാം. നഷ്ടപ്പെട്ട ആരോഗ്യം ഒരു പരിധിവരെ ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാൽ കഴിഞ്ഞുപോയ ഒരു നിമിഷം കോടികൾ കൊടുത്താലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഇന്ന് എനിക്ക് ജീവിക്കാൻ 24 മണിക്കൂർ കൂടി കിട്ടിയിരിക്കുന്നു എന്നതാണ്. എത്രയോ പേർ ഇന്നലെ രാത്രി ഉറങ്ങി ഇന്ന് രാവിലെ ഉണർന്നില്ല. ആ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഈ ചിന്ത മതി നമ്മുടെ ഉള്ളിൽ നന്ദി നിറയ്ക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ നന്ദി പ്രകടനത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണിത്. ജീവനോട് നന്ദി പറയുക. ഇനി നിങ്ങളുടെ പ്രഭാതങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഒരു ചെറിയ സൂത്രം കൂടി പറഞ്ഞുതരാം. തലേ ദിവസം രാത്രി തന്നെ നാളത്തെ ദിവസത്തെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക. നാളെ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നൊരു ചെറിയ കുറിപ്പ് എഴുതി വെക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ കുറിപ്പ് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഭൂപടം ലഭിക്കും. എങ്ങോട്ട് പോകണം എന്നറിയാത്ത നാവികന് കാറ്റ് എപ്പോഴും എതിരായിരിക്കും എന്ന് പറയാറില്ലേ? എന്നാൽ പോകേണ്ട വഴി അറിയുന്നവന് കാറ്റ് അനുകൂലമായിരിക്കും. ആ പ്ലാനിംഗ് ആണ് നിങ്ങളുടെ വടക്ക് നോക്കി യന്ത്രം. അത് നോക്കി സഞ്ചരിക്കുമ്പോൾ സമയം വെറുതെ പാഴായി പോകില്ല. സമയം കൃത്യമായി ഉപയോഗിക്കുന്നവരെ സമയം തിരിച്ചു ബഹുമാനിക്കും. അവരെയാണ് നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇത്രയൊക്കെ ചെയ്തിട്ടും വിചാരിച്ച ഫലം കിട്ടിയില്ലെങ്കിലോ? ന്യായമായ ചോദ്യമാണ്. നമ്മൾ കൃഷി ചെയ്യുന്നു, വിത്ത് വിതയ്ക്കുന്നു, വളമിടുന്നു. പക്ഷെ മഴ പെയ്തില്ലെങ്കിലോ? അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നാലോ? ഫലം നമ്മുടെ കയ്യിലല്ല. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ കർമ്മം ചെയ്യുക, ഫലത്തിൽ ആശിക്കാതിരിക്കുക. ഇത് നിരാശപ്പെടാനുള്ള വരിയല്ല, മറിച്ച് ഏറ്റവും വലിയൊരു മാനസിക തന്ത്രമാണ്. ഫലത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഉത്കണ്ഠ വരുന്നത്. ഇത് ശരിയാകുമോ, തോൽക്കുമോ എന്ന പേടി വരുന്നത്. എന്നാൽ ആ പേടിയില്ലാതെ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം 100% ശ്രദ്ധ കൊടുത്താൽ വിജയം താനേ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ സ്റ്റേറ്റ് അഥവാ ലയിച്ചിരിക്കുന്ന അവസ്ഥ അവിടെയാണ് സംഭവിക്കുന്നത്. ഒരു സംഗീതജ്ഞൻ പാടുമ്പോൾ അയാൾ കാണികളുടെ കയ്യടിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അയാൾ ആ സംഗീതത്തിൽ അലിഞ്ഞു ചേരുകയാണ്. ആ ലയനമാണ് കാണികളെ ആകർഷിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പ്രഭാതകർമ്മങ്ങളിൽ നിങ്ങൾ അലിഞ്ഞു ചേരുക. ചായ കുടിക്കുമ്പോൾ ചായ കുടിക്കുക മാത്രം ചെയ്യുക. നടക്കുമ്പോൾ നടക്കുക മാത്രം ചെയ്യുക. ആ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. അപ്പോൾ ജീവിതം തന്നെ ഒരു ധ്യാനമായി മാറും. ആ ധ്യാനാവസ്ഥയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തെളിച്ചം അത് നിങ്ങളുടെ കണ്ണുകളിൽ പ്രകാശമായി മാറും. ആളുകൾ നിങ്ങളെ നോക്കി പറയും, ഇയാളുടെ മുഖത്ത് എന്തോ ഒരു തേജസ്സുണ്ട്. ആ തേജസ്സാണ് യഥാർത്ഥ ആകർഷണ ശക്തി. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ്. നേരത്തെ എഴുന്നേൽക്കൽ, വെള്ളം കുടിക്കൽ, ധ്യാനം, നന്ദി പറയൽ, നല്ല ചിന്തകൾ. ഇതിലേതാണ് പ്രധാനമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു മാലയിലെ മുത്തുകൾ പോലെയാണ്. എല്ലാം ചേരുമ്പോഴാണ് മാലയ്ക്ക് ഭംഗി വരുന്നത്. എന്നാൽ നിങ്ങൾക്കെല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒന്നിൽ നിന്ന് തുടങ്ങുക. ഉദാഹരണത്തിന്, നാളെ രാവിലെ മുതൽ എഴുന്നേറ്റ ഉടനെ പുഞ്ചിരിക്കുക എന്നത് മാത്രം ശീലമാക്കുക. വെറുമൊരു പുഞ്ചിരി, അത് മാത്രം മതി വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ. ഒരു ചെറിയ തീപ്പൊരി മതി വലിയൊരു കാട് കത്തിക്കാൻ. അതുപോലെ ഒരു ചെറിയ നല്ല ശീലം മതി നിങ്ങളുടെ ജീവിതം ആകെ മാറ്റിമറിക്കാൻ. നമ്മുടെ ജീവിതം ഒരു പുഴ പോലെയാണ്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം ചീത്തയാകും. ഒഴുകുന്ന വെള്ളം എന്നും ശുദ്ധമായിരിക്കും. പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, പരാജയ ഭീതികൾ,
പരാതികൾ, ഇതെല്ലാം ഒഴുക്കിനെ തടയുന്ന തടയണകളാണ്. പ്രഭാതത്തിലെ ഈ നല്ല ശീലങ്ങൾ ആ തടയണകളെ പൊട്ടിച്ചുകളയുന്ന ഒഴുക്കാണ്. ആ ഒഴുക്കിൽ നിങ്ങൾ സ്വയം സമർപ്പിക്കുക. വിശ്വസിക്കുക, നിങ്ങൾ തനിച്ചല്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം നിങ്ങൾക്കായി വഴിതെളിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം: കണ്ണു തുറന്ന് ആ വെളിച്ചത്തെ സ്വീകരിക്കുക. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കണം. വെറുമൊരു തീരുമാനം പോരാ, ശക്തമായൊരു പ്രതിജ്ഞ. എന്റെ ജീവിതം ഞാൻ മാറ്റും. എന്റെ പ്രഭാതങ്ങൾ ഞാൻ മാറ്റും. എന്റെ ഭാഗ്യം ഞാൻ തന്നെ എഴുതും. ഈ വരികൾ ഉറക്കെ പറയൂ. കേൾക്കാൻ ആരുമില്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി പറയൂ. ആ ശബ്ദം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയാൻ അനുവദിക്കൂ. ഓർക്കുക, ഭാഗ്യമെന്നതൊരു അത്ഭുതമല്ല, അതൊരു ശാസ്ത്രമാണ്. അതൊരു കലയാണ്. അത് പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒരു സിദ്ധിയാണ്. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങൾ ആ പരിശീലനം തുടങ്ങുകയാണ്. നിങ്ങളുടെ ഓരോ പ്രഭാതവും സുവർണ പ്രഭാതങ്ങളായി മാറട്ടെ. നിങ്ങളുടെ ഓരോ ദിവസവും വിജയത്തിൻ്റെതാകട്ടെ. തടസ്സങ്ങൾ വന്നേക്കാം, വീഴ്ചകൾ സംഭവിച്ചേക്കാം. പക്ഷെ അപ്പോഴെല്ലാം ഓർക്കുക, സൂര്യൻ വീണ്ടും ഉദിക്കുന്നതുപോലെ നിങ്ങളും വീണ്ടും ഉദിച്ചുയരും. ഇരുട്ടിനു ശേഷം വെളിച്ചം വരാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ അറിവുകൾ വെറും അറിവുകളായി മാത്രം സൂക്ഷിക്കരുത്. ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഇതിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. സ്നൂസ് ബട്ടൺ അമർത്തുന്നതിന് പകരം പുഞ്ചിരിയോടെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ഈ വീഡിയോയുടെ വിജയം. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റമാണ് എന്റെ സന്തോഷം. നിങ്ങളുടെ ഈ പുതിയ യാത്രയിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതെനിക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കൂ. ആർക്കറിയാം, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ വീഡിയോ കാരണമായേക്കാം. നന്മ പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിക്കും എന്നാണല്ലോ. ഇതുപോലുള്ള കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും ജീവിത വിജയത്തിനുള്ള വഴികൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നാളെ ഒരു പുതിയ സൂര്യോദയമാണ്, ഒരു പുതിയ തുടക്കമാണ്. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.